ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാപ്പിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാക്ക് സീനെ കുറിച്ചും നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ബ്ലാക്ക് സീ, അതിൻ്റെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ, അതിൻ്റെ കോഡുകൾ, അതുപോലെ തന്നെ കാസ്പിയൻ സീ, അതിൻ്റെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ, അതിൻ്റെ ബോർഡർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാസ്പിയൻ സീയിൽ നിന്നും ബ്ലാക്ക് സീയിലേക്ക് ഒരു കണക്ഷനും വാട്ടർ ബോഡി കണക്ഷൻസ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം ബ്ലാക്ക് സീ നോക്കി, ബ്ലാക്ക് സീന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഇനി മെഡിറ്ററേനിയൻ സീയിലോട്ടാണ് കിടക്കുന്നത്. അതാണ് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്ററേനിയൻ സീ ധാരാളം ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ടർക്കിയും അതുപോലെ തന്നെ ഗ്രീസുമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസും, സൈപ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസും, അവിടെ മിലിറ്ററി എക്സസൈസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിന്ന് ആ ഒരു ഏരിയയാണ് നോക്കുന്നത്, മെഡിറ്ററേനിയൻ സീയെ ബന്ധപ്പെട്ട. അപ്പോൾ ആദ്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ് കണ്ട് ആ ഏരിയ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ബ്ലാക്ക് സീ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്, IAS പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വർഷത്തേക്ക് വ്യക്തമായ പഠനം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഗൈഡൻസും മെൻറ്ററിങ്ങും ടെസ്റ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളും കിട്ടുന്ന രീതിയിലുള്ള ഒരു മെൻറ്ററിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് സീയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാപ്പ് കയ്യിലുള്ള ആളുകളാണെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, മാപ്പിലേക്ക് നോക്കുക. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അതാണ് ഏറ്റവും നന്നാവുക. ബ്ലാക്ക് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൻ്റെ കോഡൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. റഷ്യ, യുക്രൈനും, റൊമാനിയയും, ബൾഗേറിയയും, ടർക്കിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ബോർഡർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ജോർജിയ ഒക്കെ. ഇനി അതൊന്ന് ബ്ലാക്ക് സീയിൽ നിന്നും നമ്മൾ സ്റ്റേറ്റുകൾ എപ്പോഴും നോക്കൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ബ്ലാക്ക് സീയിൽ നിന്നും നമുക്ക് തൊട്ടടുത്ത ഒരു സീയാണ് സീ ഓഫ് മർമറ വരുന്നുണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും. ബ്ലാക്ക് സീ ഇതാണെങ്കിൽ അതിൻ്റെ ഈ ഒരു വാട്ടർ ബോഡിയാണ് സീ ഓഫ് മർമറ. ആ സീ ഓഫ് മർമറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേറ്റ് ഓഫ് ബോസ്ഫറസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കാണുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബോസ്ഫറസ്. അതൊക്കെ ടർക്കിയുടെ ഉള്ളിലൂടെയാണ് ഫുള്ള് വരുന്നത്. ആ സീ ഓഫ് മർമറ പൂർണ്ണമായിട്ട് ടർക്കിയുടെ ഉള്ളിലാണുള്ളതെന്ന് പറഞ്ഞിരിക്കാം. ഓക്കെ, അതിനുശേഷം സീ ഓഫ് മർമറ വഴിയാണ് നമ്മൾ ഏത് സീയിലേക്ക് കിടക്കുന്നത്, ഏജിയൻ സീയിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും, ഏജിയൻ സീയിലേക്കാണ് കിടക്കുന്നത്. ഇനി ഏജിയൻ സീ കടന്നതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ സീൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഈ കാണുന്നതെല്ലാം മെഡിറ്ററേനിയൻ സീ ആണ്. അത് ധാരാളം ചെറിയ ചെറിയ സീകളുണ്ട്, ഓരോ ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് മെഡിറ്ററേനിയൻ സീനെ പൂർണ്ണമായിട്ടും ഏതൊക്കെ രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. ഏഷ്യയിൽ നിന്ന് 3 കോണ്ടിനെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്ററേനിയൻ സീ കവർ ചെയ്യുന്നുണ്ട്. അടിയിലാണെങ്കിൽ ആഫ്രിക്ക കാണാൻ പറ്റും. ഈ സൈഡിൽ ഏഷ്യ ബോർഡർ ചെയ്യുന്നുണ്ട്, ടർക്കിയൊക്കെ ഉൾക്കൊള്ളുന്ന ഏഷ്യ ബോർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പും എന്ത് ചെയ്യുന്നുണ്ട്, 3 കോണ്ടിനെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്ററേനിയൻ സീ ബോർഡർ ചെയ്യുന്നുണ്ട്. ആ 3 കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്നുള്ള വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ നമ്മൾ ഒന്നാമതായിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, രാജ്യങ്ങളുടെ പേരൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ആഫ്രിക്കയാണ് നോക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ് മെഡിറ്ററേനിയൻ സീയിലോട്ട് ബോർഡർ ചെയ്യുന്നതെന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ കാണാൻ പറ്റും, ഫസ്റ്റ് ഈജിപ്ത് ഉണ്ട്. ഈജിപ്ത്, അതുപോലെ തന്നെ ലിബിയ, ഓക്കെ, ഈജിപ്ത് നോക്കിയപ്പോൾ ഈജിപ്തിലേക്ക് പോയതാണ്. ഓക്കെ, ഈജിപ്ത് തൊട്ടടുത്ത് ലിബിയ ഉണ്ട്, ട്യൂണീഷ്യ ഉണ്ട്, അൾജീരിയ ഉണ്ട്, മൊറോക്കോ ഉണ്ട്. ഈ 5 രാജ്യങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈജിപ്ത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈജിപ്ത്, ലിബിയ, ട്യൂണീഷ്യ, അൾജീരിയ, മൊറോക്കോ. നമുക്കൊരു സിമ്പിളായിട്ട് കോഡ് വരെ എങ്ങനെ എന്താ പറയുക, ഈജിപ്തിലുള്ള ലിബിയ. ഓക്കെ, ലിബിയ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, അവൾക്ക് അലർജിയാണ്, മാറിക്കോ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കോഡ് ആവശ്യമുള്ളവർ മാത്രം അത് പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, അങ്ങനെ പഠിച്ചു വെക്കുക. അല്ലാത്ത ആളുകൾ നമുക്കൊരു കഥകളിലൂടെയും ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു വെക്കാൻ, കുറേ ബൈഹാർട്ടാക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഈ രീതിയിൽ പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈജിപ്തിലുള്ള ലിബിയ തുനീഷ്യ എന്നുള്ള തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, അവൾക്ക് എന്താണ്, അലർജിയാണ്, മാറിക്കോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈജിപ്ത്, ലിബിയ, ട്യൂണീഷ്യ, അൾജീരിയ, അതുപോലെ തന്നെ മൊറോക്കോ. ഈ രാജ്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഓരോ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ രാജ്യം ഉണ്ടായിരുന്നത് ഈജിപ്താണ്. UPSC പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥലങ്ങൾ വിട്ടുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെ പേരുകൾ വിട്ടുകൊണ്ട് ക്യാപിറ്റലിലേക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈജിപ്ത് കാണുന്നുണ്ടാവും. ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ കൈറോ ആണ്, ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഈജിപ്ത് ഏഷ്യനായിട്ട് ഇസ്രായേലായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക.
ഈജിപ്ത്. ഓക്കെ, ഈജിപ്തിൻ്റെ അതുപോലെ തന്നെ അടുത്തതായിട്ട് തൊട്ടടുത്ത് ലിബിയൻ്റെ ക്യാപിറ്റൽ ആണെങ്കിൽ ട്രിപ്പോളിയാണ്. ഓക്കെ, ഇവിടെയാണ് ലിബിയൻ്റെ ക്യാപിറ്റലായിട്ട് ട്രിപ്പോളി വരുന്നത്. ഓക്കെ, കാണുന്നുണ്ടാവും. മെഡിറ്ററേനിയൻ സീയിലേക്കുള്ള ബോർഡർ ചെയ്യുന്നത് രണ്ടും. ഏകദേശം അതിന് ശേഷം ടുണീഷ്യ വരുന്നുണ്ട്. ടുണീഷ്യൻ്റെ ക്യാപിറ്റൽ ടുനീസ് എന്നുള്ളത് തന്നെയാണ് ടുണീഷ്യൻ്റെ ക്യാപിറ്റൽ എന്ന് അറിഞ്ഞിരിക്കുക, കാണുന്നുണ്ടാവും. ഓക്കെ, ടുനീസ് തന്നെയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. അടുത്തതായിട്ട് അൾജീരിയ വരുന്നുണ്ട്. അത് അൽജീസ് എന്നുള്ളൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, അൾജീരിയൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെയാണ് അൽജീസിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് കേട്ടോ, അൽജീർസ് എന്നുള്ള. പിന്നെ ഒരു മൊറോക്കോ വരുന്നുണ്ട്. മൊറോക്കോൻ്റെ ക്യാപിറ്റൽ റാബാറ്റ് എന്നുള്ളൊരു സ്ഥലമാണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, റിബാത്ത് എന്നൊക്കെ ഉള്ളൊരു സ്ഥലം, റബാത്ത് എന്നുള്ള കേട്ടോ, റബാത്ത് എന്നുള്ള സ്ഥലമാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ക്യാപിറ്റൽ. അത് ഏകദേശം അത് മെഡിറ്ററേനിയൻ സീയിലോട്ടല്ല റബാത്ത് എന്ത് ചെയ്യുന്നത് ബോർഡർ ചെയ്തിരിക്കുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണെന്ന് അറിഞ്ഞിരിക്കുക. അവിടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്, അതിലേക്കാണ് എന്ത് ഈ മൊറോക്കോൻ്റെ ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ്, 5 രാജ്യങ്ങളാണ് എന്തെന്നുള്ള ആഫ്രിക്ക എന്നുള്ളത്. അപ്പോൾ 5 രാജ്യങ്ങളുടെ എണ്ണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. 5 രാജ്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് യൂറോപ്പിലോട്ടാണ്. യൂറോപ്പിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് മെഡിറ്ററേനിയൻ സീയിൽ ബോർഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നോക്കേണ്ടതുണ്ട്, ചെറിയ ചെറിയ വാട്ടർ ബോഡീസും. പിന്നെ ഒരൊറ്റ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈജിപ്തിലാവുമ്പം ഈജിപ്തിൻ്റെ ആ ഒരു സെൻട്രൽ ഈ ഒരു പോർഷനിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഒരു സൂയിസ് കനാൽ പോകുന്നത്. ഓക്കെ, സൂയിസ് കനാൽ മെഡിറ്ററേനിയൻ സീനെയും ഇവിടെയുള്ള റെഡ് സീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈജിപ്തിൻ്റെ സെൻട്രലിലൂടെയാണ് പോകുന്നത് അറിഞ്ഞിരിക്കാം. ഈജിപ്തിൻ്റെ ഒരു ഭാഗം, ഒരു പെനിൻസുല എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂയിസ് കനാലിൻ്റെ അല്ലെങ്കിൽ മറ്റ് സൈഡിലുള്ളത് ആ ഒരു പെനിൻസുലിനെ പറയുന്ന പേരാണ് സിനായി പെനിൻസുല എന്ന് പറയും. ഓക്കെ, ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയ പോർഷൻ, ഈ റെഡ് സീൻ്റെയും ഭാഗത്ത് ഈ ഗൾഫ് ഓഫ് സൂയിസിൻ്റെയും തൊട്ടപ്പുറത്തുള്ള ആ ഒരു പെനിൻസുലിനെ പറയുന്ന പേരാണ് സിനായി പെനിൻസുല എന്ന് പറയും. അത് ഈജിപ്തിനാണ് അറിഞ്ഞിരിക്കുക. ഈജിപ്ത് പിന്നെ ബോർഡർ ചെയ്യുന്നത് ഇസ്രായേലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈജിപ്ത് ബോർഡർ ചെയ്യുന്നത്. ഈജിപ്ത് ഒരു ആഫ്രിക്കയുള്ള രാജ്യമാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് ആഫ്രിക്കയിൽ നിന്നും ആരെ ബോർഡർ ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ സീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പോകാനുള്ളത് യൂറോപ്പിലോട്ടാണ്. യൂറോപ്പിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ബോർഡർ ചെയ്യുന്നതാണ്. യൂറോപ്പിൽ പോകുമ്പോൾ ആദ്യം ഈ ഒരു മെഡിറ്ററേനിയൻ സീനെ, ഇവിടെ നിങ്ങൾക്കൊരു മെഡിറ്ററേനിയൻ സീയും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സീനെയും ബോർഡർ ചെയ്യുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. അത് കണക്ട് ചെയ്യുന്നത്, അതിനാണ് ജിബ്രാൾട്ടർ എന്ന് പറയുക. സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടറാണ് എന്ത് ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനെയും മെഡിറ്ററേനിയൻ സീനെ. അറ്റ്ലാന്റിക് ഓഷ്യൻ തന്നെ സൗത്ത് അറ്റ്ലാന്റിക് ഉണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് ഉണ്ട്. അതിൽ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് പാട്ടാക്കുകയാണെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് പോർഷനാണ് എന്ത് ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീയിലേക്ക് ബോർഡർ ചെയ്യുന്നത്. അതാണ് ജിബ്രാൾട്ടർ. ഓക്കെ, സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ അറിഞ്ഞിരിക്കുക. ധാരാളം സ്റ്റേറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൽ ഇതാണ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആയിട്ട്. ഓക്കെ, അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഏതൊക്കെ രാജ്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, ഒരു അടിയിൽ മൊറോക്കോ ആണുള്ളത്, മുകളിൽ സ്പെയിൻ ആണുള്ളത്. ഓക്കെ, അതറിഞ്ഞിരിക്കുക. ഇതാണ് എന്ത് ചെയ്യുന്നത് 2 സ്ഥലങ്ങൾ, സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ഓക്കെ, അടിയിൽ മൊറോക്കോ, മുകളിൽ ആരുണ്ട്, സ്പെയിൻ ഉണ്ട്. ഇനി നമ്മൾ യൂറോപ്പിലോട്ടാണ് പോകുന്നത്. യൂറോപ്പിലോട്ട് പോകുമ്പോൾ യൂറോപ്പിൽ ഈ ഒരു സൈഡിൽ നിന്ന് പോരുകയാണെങ്കിൽ യൂറോപ്പിൽ ഈ ഒരു സ്പെയിനും പോർച്ചുഗലുമുള്ള ഈ ഒരു പെനിൻസുല കാണുന്നുണ്ടാവുമല്ലോ. ആ പെനിൻസുലിനെ പറയുന്ന പേര് ഐബീരിയൻ പെനിൻസുല എന്നാണ് പറയാം. ഓക്കെ, ഈ ഐബീരിയൻ പെനിൻസുലയാണ്. അതിൽ പോർച്ചുഗലും സ്പെയിനും അടങ്ങി ഈ ഒരു പെനിൻസുല ഭാഗത്തെ പറയുന്ന പേരാണ് ഐബീരിയൻ പെനിൻസുല എന്ന് പറയും. ഓക്കെ, അതിൽ പോർച്ചുഗൽ പൂർണ്ണമായിട്ടും ബോർഡർ ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലോട്ടാണ്. എന്നാൽ സ്പെയിനാണ് എന്ത് ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീയിലോട്ട് ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഐബീരിയൻ പെനിൻസുലയും നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ അവിടെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊന്നും നോക്കാൻ പോകണം. നിങ്ങൾ കാണുന്നുണ്ടാവും ധാരാളം, ഒരു 9ഓളം രാജ്യങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മെഡിറ്ററേനിയൻ സീയിലേക്ക് ബോർഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്പെയിൻ തന്നെയാണ്, സ്പെയിൻ. രണ്ടാമതായിട്ട് ബോർഡർ ചെയ്യുന്നത് ഫ്രാൻസ് ആണ്, തൊട്ട് മേലെ കാണുന്നുണ്ടാവും ഫ്രാൻസ്. പിന്നെ കാണുന്ന ഇറ്റലിയാണ്. ഓക്കെ, ഇറ്റലി. പിന്നെ അതിനുള്ളിലുള്ള അഡ്രിയാറ്റിക് സീയിൽ കുറേ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ബോർഡർ ചെയ്യുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കേണ്ട രാജ്യങ്ങളൊന്ന് സ്ലൊവേനിയ ഉണ്ട്. ഇറ്റലി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് സ്ലൊവേനിയ ഉണ്ട്. സ്ലൊവേനിയ കഴിഞ്ഞാൽ ക്രൊയേഷ്യ ഉണ്ട്. ഓക്കെ, ക്രൊയേഷ്യ കാണാൻ പറ്റും. ക്രൊയേഷ്യ കഴിഞ്ഞാൽ ബോസ്നിയ. ഓക്കെ, ഈ ഒരു രാജ്യമാണ് ബോസ്നിയ ഉണ്ട്. ബോസ്നിയ കഴിഞ്ഞാൽ തൊട്ട് താഴെ ആര് കാണുന്നുണ്ട്, മോണ്ടിനെഗ്രോ കാണാൻ പറ്റും. മോണ്ടിനെഗ്രോ കഴിഞ്ഞാൽ തൊട്ട് താഴെ അൽബേനിയ ഉണ്ട്. അൽബേനിയൻ്റെ തൊട്ട് താഴെ ഗ്രീസ്. ഓക്കെ, ഗ്രീസ്. ഇത്രയും രാജ്യങ്ങൾ. പിന്നെ
ടർക്കിയുടെ ഒരു ചെറിയ ഭാഗമുണ്ട് യൂറോപ്പിൽ നിന്ന് തന്നെ. എങ്കിലും ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങൾ. ഓക്കെ, മെഡിറ്ററേനിയൻ സീയിലേക്ക് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പോൾ അത് പഠിച്ചിരിക്കാനും ചില കോഡുകളൊക്കെ ഉണ്ട്. അത് സ്പെയിൻ ഒന്ന് രാജ്യങ്ങളൊന്നുപാടെ അറിഞ്ഞിരിക്കുക. സ്പെയിൻ, ദെൻ ഫ്രാൻസ്, ദെൻ ഇറ്റലി. ഓക്കെ, ദെൻ അതിൻ്റെ അഡ്രിയാറ്റിക് സീൻ്റെ ഉള്ളിൽ വരുന്ന രാജ്യം. അത് അഡ്രിയാറ്റിക് സീ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ പറയേണ്ടത് മെഡിറ്ററേനിയൻ സീ പൂർണ്ണമായിട്ടും ചോദിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങൾ ഉൾപ്പെടുത്താം. സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, മോണ്ടിനെഗ്രോ, അൽബേനിയ, ഗ്രീസ്. ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇതൊന്ന് വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത് രാജ്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് ചിത്രം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് സ്പെയിൻ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യമാണ് ഫ്രാൻസ്, ഇറ്റലി. ദെൻ ഉള്ളിലേക്ക് വരുന്ന രാജ്യങ്ങളാണ് സ്ലൊവേനിയ, ദെൻ ക്രൊയേഷ്യ, ദെൻ മോണ്ടിനെഗ്രോ, ബോസ്നിയ, ദെൻ മോണ്ടിനെഗ്രോ, അൽബേനിയ, ഗ്രീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു കോഡ് പോലെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് സ്പെയിനും ഫ്രാൻസും എന്ത് ചെയ്യാണ് ഇറ്റലിക്കും വേണ്ടി തർക്കം ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ സ്പെയിനും ഫ്രാൻസും ഇറ്റലിക്കും വേണ്ടി തർക്കം ഉണ്ടാവുമ്പോൾ അത് സ്ലോവേനിയ എന്ന് പറഞ്ഞാൽ സ്ലോ ആക്കാൻ വേണ്ടി കുറേശ്ശെ നമ്മളെ ബോസ് ശ്രമിക്കുകയാണ്. ഓക്കെ, ബോസ് ശ്രമിച്ചപ്പം എന്ത് ചെയ്യാണ് പിന്നെ മോണ്ടിനെഗ്രോ എന്നുള്ളത് മുഖം എന്നുള്ള ആലോചിക്കണം കേട്ടോ, അത് ചില കോഡുകളാണ്. ഓക്കെ, ശ്രമിക്കുമ്പോൾ ബോസിൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്യാണ് അൽബേനിയ എന്ന് പറയുമ്പോൾ അല്പം ഗ്രീസായി. ഓക്കെ, ഇതൊരു വലിയ കണക്ഷൻ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഓക്കെ, ഇറ്റലിക്ക് വേണ്ടി എന്ത് ചെയ്യാണ് തർക്കം ഉണ്ടാകുമ്പോൾ അത് സ്ലോ ആക്കാൻ വേണ്ടി കുറേശ്ശെ എന്നുള്ള ആലോചിച്ചാൽ മതി. കുറേശ്ശെ ബോസ് ശ്രമിച്ചപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് മോണ്ടിനെഗ്രോ എന്നുള്ളത് മുഖം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. മുഖത്തേക്ക് എന്ത് ചെയ്യാണ് അൽബേനിയ അല്പം ഗ്രീസ് ആവുകയാണ്. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യുക, അതൊരു കോഡാണ്. ഇത് ആവശ്യമുള്ളവർ മാത്രമേ ഈ കോഡ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അല്ലാത്ത കോഡ് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓർമ്മ കിട്ടണമെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം 1, 2, 3, 4 പ്രാവശ്യം ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കോഡ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രാജ്യങ്ങളെ കാണുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് കോണ്ടിനെൻറ്റിൽ വരുന്നതാണ്, അത് മെഡിറ്ററേനിയൻ സീനെ ബോർഡർ ചെയ്യുന്ന രാജ്യമാണോ എന്നുള്ള ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുപാടെ രാജ്യം നോക്കുകയാണെങ്കിൽ സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, മോണ്ടിനെഗ്രോ, അൽബേനിയ, ഗ്രീസ്. ഇത്രയും രാജ്യങ്ങളാണ് യൂറോപ്പിൽ നിന്ന് ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സ്പെയിനും ഫ്രാൻസും ഇറ്റലിക്കും വേണ്ടി പ്രശ്നം ഉണ്ടായി, ഇറ്റലിക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുകയാണ്. അപ്പം പ്രശ്നം സോൾവ് ആക്കാൻ സ്ലൊവേനിയ എന്ത് ചെയ്യാണ് ക്രൊയേഷ്യ, ബോസ്നിയ. ഓക്കെ, ബോസ്നിയ, ദെൻ മോണ്ടിനെഗ്രോ, മുഖത്തോട്ട് എന്ത് ചെയ്യാണ് അൽബേനിയ, ഗ്രീസ് ആയത് അറിഞ്ഞിരിക്കാം. പിന്നെ ടർക്കിയുടെ ഒരു ചെറിയൊരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമ്മൾ സി ഓഫ് മർമറ പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഭാഗം ടർക്കിൻ്റെ യൂറോപ്പിലാണ് വരുന്നത്. ഓക്കെ, അത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നും മെഡിറ്ററേനിയൻ സീനെ ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഷ്യയിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ് ബോർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഏഷ്യയിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ സൈഡിലാണ് ഏഷ്യൻ ഉള്ളത്. ഏഷ്യയിൽ നിന്ന് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് 5 രാജ്യങ്ങൾ പറഞ്ഞു, യൂറോപ്പിൽ നിന്നാണെങ്കിൽ 9 രാജ്യങ്ങൾ പറഞ്ഞു. സ്പെയിന്, ഫ്രാൻസ്, ഇറ്റലി, സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, മോണ്ടിനെഗ്രോ, അൽബേനിയ, ഗ്രീസ്. ടർക്കിയുമായിട്ട് അതിലേക്ക് കൂട്ടാണ് 10 രാജ്യം. ഓക്കെ, അല്ലെങ്കിൽ 9 രാജ്യം എന്ത് ചെയ്യുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഏഷ്യയിൽ നിന്നാണ്, ഈ സൈഡിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനെ ബോർഡർ ചെയ്യുന്നതാണ്. ഒന്ന് ടർക്കി തന്നെയാണ്. ടർക്കി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ബോർഡർ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് സിറിയ, തൊട്ട് താഴെ സിറിയ ബോർഡർ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ ലെബനോൻ ബോർഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ബോർഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇസ്രായേൽ. പിന്നെ അത് വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് മെഡിറ്ററേനിയൻ സീയിലോട്ട്. അപ്പോൾ പലസ്തീനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, പലസ്തീൻ രാജ്യമായിട്ട് അംഗീകരിക്കാത്തൊരു പ്രശ്നം കിടക്കുന്നുണ്ട് എങ്കിലും അപ്പം പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് ബോർഡർ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ടർക്കി വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, ലെബനോൻ വരുന്നുണ്ട്, ദെൻ ഇസ്രായേൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ സൈപ്രസ്. ഓക്കെ, സൈപ്രസ് എന്നുള്ളൊരു രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഐലാൻഡാണ്. ഇപ്പോൾ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയൊക്കെ ആയതുകൊണ്ട് ആ ഐലാൻഡും എന്താണ് മെഡിറ്ററേനിയൻ സീയിലാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഏഷ്യയിൽ നിന്നും
മെഡിറ്ററേനിയൻ സീയിലേക്ക് ബോർഡർ ചെയ്യുന്നത്. ഓക്കെ, ടർക്കി, ദെൻ സിറിയ, ലെബനോൻ, ഇസ്രായേൽ, ദെൻ പലസ്തീൻ. ഓക്കെ, 5 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ബോർഡർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഇതാണ് ഇസ്രായേൽ വരുന്നത്. ഇസ്രായേലിൻ്റെ ഭാഗം തന്നെയാണ് മുകളിൽ വരെയുള്ളത്. ഓക്കെ, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ലെബനോൻ്റെ ഭാഗം വരുന്നത്. ദെൻ സിറിയൻ്റെ ഒരു ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ പോർഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ടർക്കിയുടെ ഭാഗം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ സീയിലേക്ക് ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. ഏഷ്യയിൽ നിന്ന് ഈ മെഡിറ്ററേനിയൻ സീയിൽ നമ്മൾ പറഞ്ഞ 1-2 സ്ട്രേറ്റുകൾ പറഞ്ഞത്, സ്ട്രേറ്റ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ജിബ്രാൾട്ടർ വരുന്നുണ്ട്. അത് മെഡിറ്ററേനിയൻ സീയെയും അറ്റ്ലാന്റിക് ഓഷ്യൻ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സ്ട്രേറ്റിൽ നമ്മൾ ബ്ലാക്ക് സീയിൽ നിന്നും മെഡിറ്ററേനിയൻ സീയിലേക്ക് എത്തിയ സ്ട്രേറ്റിലൊരു സ്ട്രേറ്റാണിത്, സ്ട്രേറ്റ് ഓഫ് ബോസ്ഫറസ് വഴി സീ ഓഫ് മർമർ വഴിയാണ് എന്ത് ചെയ്തത്, മെഡിറ്ററേനിയൻ സീയിലേക്ക് എത്തിയത്. ഈ മെഡിറ്ററേനിയൻ സീൻ്റെ അവിടെ ഉള്ള ഒരു ഏജിയൻ സീ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ഏജിയൻ സീ. ഓക്കെ, ഈ ഏജിയൻ സീ മാത്രം ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടർക്കിയാണ്. ടർക്കിയും ഗ്രീസും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഏജിയൻ സീയിൽ ബോർഡർ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഓക്കെ, മെഡിറ്ററേനിയൻ സീൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സീ ആണ്, ഒരു പാർട്ടായിട്ട് വരുന്ന ഏജിയൻ സീ, ടർക്കി, അതുപോലെ തന്നെ ഗ്രീസ്. ഇവ 2 ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ, അപ്പോൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിനുള്ളിൽ വരുന്ന ഒരു സീ ആണ് എന്ത്, അഡ്രിയാറ്റിക് സീ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൊവേനിയ, ഇറ്റലിൻ്റെ അഡ്രിയാറ്റിക് സീ പറയുമ്പോൾ നിങ്ങൾ ഇറ്റലിൻ്റെ ആ ഇഷ്യൂ മുതൽ എന്ത് ചെയ്താൽ പറഞ്ഞാൽ മതി. ഇറ്റലി സോൾവ് ആക്കിയത് മുതൽ പറഞ്ഞാൽ, ഇറ്റലി, സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, മോണ്ടിനെഗ്രോ, അൽബേനിയ, ഗ്രീസ്. ഇത്രയും രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീസിന് ഒഴിവാക്കി കൊണ്ട് പറയാം കേട്ടോ, അൽബേനിയ വരെയുള്ള രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അഡ്രിയാറ്റിക് സീയിലേക്ക് ബോർഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രീസിൻ്റെ അവിടേക്ക് വരുമ്പം ഉണ്ടാകുന്ന ചെറിയൊരു സീ ആണ് അയോണിയൻ സീ. കാണുന്നുണ്ടാവുമല്ലോ, അയോണിയൻ സീ ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രീസിയുടെ ആ ഭാഗം മാത്രമായിട്ട് വരുമ്പം വരുന്നത് അയോണിയൻ സീ ആണ്. അപ്പോൾ അയോണിയൻ സീയിൽ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇറ്റലിയെ പറയാം, അതുപോലെ തന്നെ അൽബേനിയ പറയാം, ഗ്രീസും പറയാം. ഈ 3 രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും. കുറേ ഇനിയും ചില ഐലാൻഡുകളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ഇത്രയും രാജ്യങ്ങൾ എന്ത് ചെയ്യുക, അതിൽ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ബോർഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും ആ പ്രധാനപ്പെട്ട 1-2 ചെറിയ സീ, അതിനുള്ളിൽ തന്നെയുള്ള സീ, അഡ്രിയാറ്റിക് സീയെയും അയോണിയൻ സീയും ഏജിയൻ സീയൊക്കെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളും, അതുപോലെ തന്നെ സീ ഓഫ് മർമറ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി നമുക്കതിന് ശേഷം എന്ത് ചെയ്യണം, ഈ വഴി അതാ സ്റ്റേറ്റ് ഓഫ് ഇവിടെ സൂയിസ് കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൂയിസ് കനാൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇനി റെഡ് സീയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഡ് സീയെക്കുറിച്ച് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.